അതേപോലെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് അലാവുദ്ദീനും അത്ഭുത വിളക്കിൻ്റെ ഒരു തീമിലായിരുന്നു. അപ്പോൾ അത് നമ്മളും അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറിയിൽ ത്രൂ ട്രാവൽ ചെയ്യുന്ന രീതിയിലായിരുന്നു കേട്ടോ. കുട്ടികൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായി, വലിയവർക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം എനിക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും തലയൊക്കെ കറങ്ങുന്ന പോലെയാണ് ഫീലായിരുന്നേ. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് എല്ലാവരും കൂടി ആ ഒരു ടെൻറ്റിൻ്റെ ഉള്ളിൽ ശരിക്കും ബ്രീത്ത് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അതൊരു കേസായിട്ട് തോന്നിയായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഇത് സംഭവം ആദ്യമായിട്ടുള്ളവർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഐസ്ക്രീമും പിന്നെ അവിടെ എല്ലാ കുറേ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ നൊസ്റ്റാൾജിക്കായിട്ടോ നമുക്ക് പണ്ടത്തെ മിഠായികളും അതേപോലെ ഹൽവ, അച്ചാറുകൾ, അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതലും ടച്ചിങ് ആയിട്ട് തോന്നിയത് നമ്മുടെ മിഠായിയാണ്. 90s കുറേ മിഠായിസ് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിരുന്ന 90s കിഡ്സിന് പറഞ്ഞാൽ മനസ്സിലാവും. അതുപോലത്തെ കുറേ മിഠായികളും അതേപോലെ തന്നെ 1 രൂപ 2 രൂപക്കൊക്കെ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ പോയി വാങ്ങി കഴിക്കുന്ന ഒരു ഫീലില്ലേ മിഠായികൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവും കേട്ടോ. അതുപോലെ ബീഡി മിഠായി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇതേപോലെ ബീഡിയുടെ ഷേപ്പിലുള്ള മിഠായിസൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ കുട്ടികളായിട്ട് അൽഹംദുലില്ലാ നമുക്ക് എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നു, സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ദിവസമായിരുന്നു അന്ന്. നമ്മളതിന് ശേഷം എക്സ്പോ എല്ലാം കണ്ടിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് പോയി. മറൈൻ ഡ്രൈവിൽ പിന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കുട്ടികളായിട്ട്.